ഹായ് ഫ്രണ്ട്സ്, സോണി ജോസഫ്. സേവിങ്സ് ആരംഭിക്കുന്നവർക്ക് ഏറെ സഹായകരമാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ. ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങാൻ കഴിയാത്തവരാണ് പലപ്പോഴും RDയെ ആശ്രയിക്കുന്നത്. ചെറിയ ഒരു തുക മാസം അടച്ചുകൊണ്ട് തങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതിന് ആവശ്യമായ സമ്പാദ്യം സ്വരൂപിക്കാം എന്നുള്ളതാണ് RDയുടെ നേട്ടം. എന്നാൽ റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾക്ക് മുമ്പുണ്ടായിരുന്ന പലിശ നിരക്ക് ഇപ്പോൾ ഇല്ല. 10% പലിശ നിരക്കുണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് ഒരു ദശകം കഴിഞ്ഞപ്പോൾ ഏകദേശം 7% ശരാശരി പലിശ നിരക്കുള്ള ഒരു സ്ഥിതിയിലേക്ക് RD എത്തിയിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഒരു ഓൾട്ടർനേറ്റീവിനെ പറ്റി ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ മുൻപിൽ തന്നെ വളരെ മികച്ച ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. അതാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. റിക്കറിംഗ് ഡെപ്പോസിറ്റും അതേപോലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും തമ്മിലുള്ള ചെറിയൊരു താരതമ്യത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ. ദീർഘകാലത്തിൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറഞ്ഞു വരുന്ന ഒരു ചരിത്രമാണ് ലോകം മുഴുവനുമുള്ളത്. ഇപ്പോൾ റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അലഹബാദ് ബാങ്കിൽ 1 ഇയറിൽ 6.65% ആണ്. എന്നാൽ ലോങ് ഹൊറിസോണിൽ നോക്കുകയാണെങ്കിൽ 6.5% മാത്രമാണുള്ളത്. ഉയർന്ന നിരക്കുള്ളത് പോസ്റ്റ് ഓഫീസ് 5 ഇയർ RDക്കാണ്. അത് 7.3% ഉണ്ട്. ആക്സിസ് ബാങ്ക് പ്രൈവറ്റ് ബാങ്കാണ്. 7.3% മുതൽ 7.5% വരെ ഒരു വർഷത്തിനും 3 വർഷത്തിനും ഇടയ്ക്ക് കാണാൻ സാധിക്കും. എന്നാൽ വലിയ പീരീഡിൽ ചെയ്യുന്നവർക്ക് 7% ഇൻട്രസ്റ്റ് റേറ്റ്, 5 ഇയറിൽ ചെയ്യുന്നവർക്ക് അത്രയും മാത്രമേ ലഭിക്കുന്നുള്ളൂ. അടുത്ത കാലത്ത് ബാങ്കിംഗ് ലൈസൻസ് ലഭിച്ച ബന്ധൻ ബാങ്കും ഭേദപ്പെട്ട ഇൻട്രസ്റ്റ് റേറ്റ് 3 വർഷ കാലയളവിന് ഉള്ളിലായി നൽകുന്നുണ്ട്. എന്നാൽ 5 വർഷ കാലയളവിൽ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് 6.4% മാത്രമാണ്. മറ്റ് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ നോക്കുകയാണെങ്കിൽ അവയൊക്കെ 6.85%, 6.65%, 6.5% എന്നിങ്ങനെയാണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ ചില പ്രൈവറ്റ് ബാങ്കുകൾ ഉയർന്ന പലിശ നിരക്ക് നൽകുന്നുണ്ട്. സിറ്റി യൂണിയൻ ബാങ്ക് അതിൽ ഉൾപ്പെടുന്നതാണ്. 7.35% ആണ് 5 വർഷ കാലയളവിൽ ശരാശരി നൽകുന്നത്. അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ബാങ്കായ DCB ബാങ്ക് ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് നൽകുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. 7.4% ഒരു വർഷത്തിലും 2 വർഷത്തിലും 3 വർഷത്തിലുമൊക്കെ 8% നൽകുന്നതായിട്ട് നമുക്ക് കാണാം. 6.5% മുതൽ ഏകദേശം 8% വരെയുള്ള ഒരു പലിശ നിരക്കാണ് ഇപ്പോൾ രാജ്യത്തുള്ള ബാങ്കുകളിൽ ഉള്ളത്. എന്നാൽ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ പ്രൈവറ്റ് ബാങ്കുകളെക്കാൾ കുറഞ്ഞ ഒരു പലിശ നിരക്കാണ് ഉള്ളത്. താരതമ്യേന കുറഞ്ഞ റിസ്കിൽ സ്ഥിരമായ റിട്ടേൺ പ്രതീക്ഷിക്കുന്നവർക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് നല്ല ഒരു ഉപാധിയാണ്. എന്നാൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്കും ഏകദേശം 5 വർഷ കാലയളവോ അല്ലെങ്കിൽ അതിനു മുകളിലോ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും റിക്കറിംഗ് ഡെപ്പോസിറ്റുകളെക്കാൾ നല്ല ഒരു ഉപാധിയായിട്ടാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ പ്രവർത്തിച്ചിട്ടുള്ളത്. പഴയകാല ചരിത്രം നോക്കുകയാണെങ്കിൽ 5 വർഷ കാലയളവിന് മുകളിലായി പ്രധാനപ്പെട്ട ഇക്വിറ്റി ഫണ്ടുകളിൽ നടത്തിയ SIP നല്ല രീതിയിൽ പെർഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. UTIയുടെ MNC ഫണ്ടിൽ കഴിഞ്ഞ 5 വർഷത്തിൽ 5000 രൂപ വെച്ച് ഒരാൾ എല്ലാ മാസവും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ശരാശരി 12.32% ആവറേജ് റിട്ടേൺ ഉണ്ട്. അതായത് അടച്ചത് 3,50,000 രൂപയാണ്. എന്നാൽ അത് 4,14,114 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടി വർഷങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുന്നവർക്ക് കുറെ കൂടി കൂടിയ റിട്ടേൺ ലഭിച്ചതായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 9 വർഷ കാലയളവിൽ SIP ചെയ്ത ആൾക്ക് ഇരട്ടിയിൽ അധികം റിട്ടേൺ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 16.51% ആനുവലൈസ്ഡ് ആവറേജ് റിട്ടേൺ വന്നിട്ടുണ്ട്. ഇനി ഇതേ ഫണ്ടിന്റെ തന്നെ 2006 മുതലുള്ള റിട്ടേൺ നോക്കുകയാണെങ്കിൽ 13 വർഷം ഈ ഫണ്ടിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശരാശരി റിട്ടേൺ ഇതുവരെയുള്ളത് 16.92% ആണ്. 17% ആനുവലൈസ്ഡ് ആവറേജ് റിട്ടേൺ ആണ് വന്നിരിക്കുന്നത്. അടച്ചത് 7,85,000 രൂപയാണ്. ഇപ്പോൾ ഉള്ള വാല്യൂ 25,71,068 രൂപയാണ്. 3 മടങ്ങിൽ കൂടുതൽ തുക നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ 13 വർഷത്തിൽ. എന്നാൽ ഇതേ കാലയളവിൽ ഒരു 10% വെച്ച് ബാങ്ക് RDക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര റിട്ടേൺ വരും എന്ന് നമുക്ക് നോക്കാം. 156 മാസങ്ങളാണ് ഈ
കാലയളവിൽ വരുന്നത് 10% റിട്ടേൺ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം 15,49,901 രൂപയാണ്. എന്നാൽ ഈ ഒരു ഫണ്ടിൽ ഏകദേശം 10 ലക്ഷം രൂപയിൽ കൂടുതൽ അധിക നേട്ടം ഈ കാലയളവിൽ ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ 9% ശരാശരി റിട്ടേൺ ആണ് റിക്കറിംഗ് ഡെപ്പോസിറ്റുകളിൽ ഉണ്ടായിരുന്നതെങ്കിൽ 14,43,000 രൂപ മാത്രമേ ആകുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ പലിശ നിരക്ക് അനുസരിച്ച് ഒരാൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 156 മാസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന തുക 12,53,785 രൂപയാണ്. ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ മെച്ചപ്പെട്ട ആദായം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. റിസ്ക് എടുത്തുകൊണ്ട് മെച്ചപ്പെട്ട റിട്ടേൺ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ 5 വർഷ കാലയളവിന് മുകളിലേക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ ഒരു നല്ല ഉപാധിയായിരിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചുകൊണ്ട് ഉചിതമായിട്ടുള്ള സേവിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.